channel tips for you A to Z. അപ്പോൾ ഇന്ന് ഹെയർ ഗ്രോ ചലഞ്ചിന്റെ 15ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തലയിലെ പേനും ഈരും ഒക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. ഇത് പേനും ഈരും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ഹെയർ പാക്ക് ആണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. തലയിലെ പേനും ഈരും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കതും എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഫാമിലിയിലത്തെ ബഷീർ എംപിയുടെ മോളുടെ 5th ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ എന്റെ അടുത്ത് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളുടെ പേര് ഹാദിയ ഫാത്തിമ എന്നാണ്. മോളെ വിളിക്കുന്നത് പാത്തുകുട്ടി എന്നാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി മോളു, ലവ് യു ഉമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് തലയിലെ പേനും ഈരും പെട്ടെന്ന് കളയാനുള്ള ഹോം റെമഡീസ് എന്ന്. ആദ്യം തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ കിടക്കാൻ നേരത്ത് മുടി കെട്ടത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഹെയർ ഗ്രോ ചലഞ്ചിൽ ഞാൻ പറഞ്ഞ പോലെയാണ് മുടി കെട്ടുന്നത് എങ്കിലും അതല്ല നിങ്ങൾ വേറെ രീതിയിൽ പിന്നീട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തുളസിയുടെ ഇല, അതായത് കൃഷ്ണ തുളസിയുടെ ഇലയാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുക. കൃഷ്ണ തുളസിയുടെ ഇല കുറച്ചെടുത്തതിന് ശേഷം മുടിയുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം കെട്ടാനായിട്ട്. അത് നിങ്ങൾ എങ്ങനെ മുടി കെട്ടുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൃഷ്ണ തുളസിയുടെ ഇല വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന തലേണയുടെ അടിയിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തലയിലെ പേനെല്ലാം പോകും. പേനെല്ലാം പോകുമ്പോൾ ഈരും സ്വാഭാവികമായിട്ട് പോകും. പേൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം, തുളസിയില വെച്ചതിന് ശേഷം നിങ്ങൾ തല ചീകി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഒന്നാമത്തെ റെമഡി. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണോ നിങ്ങൾ തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ തേക്കുന്നത്. അതിന്റെ കൂട്ടത്തിലേക്ക് തന്നെ 3 അല്ലി വെളുത്തുള്ളി നന്നായി അരച്ച് ചേർക്കുക. വെളിച്ചെണ്ണ മൊത്തത്തിലേക്കല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ആ ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് 3 അല്ലി വെളുത്തുള്ളി നന്നായി അരച്ചിട്ട് ഈ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുക. ആ മിക്സ് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. ഇങ്ങനെ ചെയ്യുന്നതും തലയിലെ പേൻ പെട്ടെന്ന് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വിനാഗിരി. അത് സാധാരണ വിനാഗിരി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ആപ്പിൾ സിഡർ വിനാഗിരി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കുറച്ചെടുക്കാം, അതേ അളവിൽ തന്നെ വെള്ളം എടുക്കാം. അതായത് ഇപ്പൊ 3 ടീസ്പൂൺ വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ തന്നെ വെള്ളം എടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. ഷാമ്പു ഉപയോഗിക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു എടുക്കുക, അതല്ലെങ്കിൽ ഷാമ്പു എടുക്കണ്ട. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെളുത്തുള്ളി. 3 അല്ലി വെളുത്തുള്ളി എടുക്കുക, നന്നായി അരയ്ക്കുക. ആ പേസ്റ്റ് എടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇങ്ങനെ ചെയ്യുന്നതും പേനും ഈരും പോകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അഞ്ചാമത്തത്, കുറച്ച് ആപ്പിൾ സിഡർ വിനാഗിരി എടുക്കുക. 2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി എടുക്കുക. അതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഈ പറഞ്ഞിരിക്കുന്ന 5 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ഒരാഴ്ച തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലെ പേനും ഈരും പെട്ടെന്ന് തന്നെ പോകും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ 5 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തല ചീകി കളയാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഇതിന് ചെയ്യുമ്പോൾ തലയിലെ പേനെല്ലാം പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കൂട്ടത്തിൽ നമ്മൾ തല പേൻ ചീർപ്പ് വെച്ചിട്ട് ഈരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേനും ഈരും പോകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരായിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ചീപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ തലയിൽ എണ്ണ, അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി തലമുടിയിൽ നിന്ന് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക. വയർപ്പൊന്നും തലയിൽ ഇരിക്കാതിരിക്കാനായിട്ട് നോക്കാം. തലയിൽ എന്താ പറയുക, വൃത്തി കുറയുമ്പോഴാണ് പേനും ഈരും വരാനായിട്ട് കൂടുതൽ ചാൻസ്. അപ്പോൾ അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് മുടി വളർച്ചയ്ക്കായിട്ട്, മുടി കൊഴിച്ചിലിനായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫുഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് അധികം ആയിട്ട് ഓവറായിട്ട് മധുരം കഴിക്കാതിരിക്കുക, പുളി കഴിക്കാതിരിക്കുക, എരിവ് കഴിക്കാതിരിക്കുക. ഇത് 3ഉം മുടി കൊഴിച്ചലിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക കാരണമാകുന്നതാണ്. ഇത് 3ഉം, എരിവ്, പുളി, മധുരം. ഓവറായിട്ട് കഴിക്കുന്നത് നിർത്തുക.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വറുത്തിട്ടുള്ള ഇപ്പോൾ ചിപ്സ് ഒക്കെ ഇല്ലേ, പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള ചിപ്സ് എല്ലാം കഴിക്കുന്നത് ഒരു പരിധി വരെ നിർത്തുന്നതാണ് നല്ലത്. മുടി കൊഴിച്ചിലിന് കൂടുതലും കാരണമാകുന്ന ഫുഡാണ് എരിവ്, പുളി, മധുരം, അതുപോലെ തന്നെ വറവ് സാധനങ്ങൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ കോള അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് യൂസ് ചെയ്യുന്നത് നിർത്താം. ഇനി മുടി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇലക്കറികൾ, മത്സ്യം, മുട്ട, നെല്ലിക്ക, അതുപോലെ തന്നെ ഡെയിലി 15 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുന്നത്, പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 16ാമത്തെ ദിവസമാണ് നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടിക്ക് എങ്ങനെ ലെങ്ത് കൂട്ടാം എന്നുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ് പറയുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും കാണണം. വേണ്ട പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ വൈകിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ.